ഹായ് നമസ്കാരം, ഞാൻ അപ്പൂട്ടൻ കടിമേനി. കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാഴ കൃഷിയുടെ ഇടയിലത്തെ കൂർക്ക കൃഷി. ഞാൻ റിവ്യൂലോട്ട് പോകാം. ഇത് എൻ്റെ കടിമേനിയുള്ള ഒരു തോട്ടമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വാഴ വെച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂർക്ക കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂർക്ക കൃഷി ചെയ്തതാണ്. അപ്പം രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ഇടയിലത്തെ സ്ഥലം ഒട്ടും നഷ്ടമല്ല. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു ഇടവിളയായിട്ട് എന്തെങ്കിലും കിട്ടും. അപ്പോൾ കൂർക്കൊക്കെ വലിയ പണിയൊന്നുമില്ല. ചെറിയ വളം ഇട്ട് കൊടുത്ത് നമ്മൾ 2-3 തള നട്ടതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മണ്ണ് കൂട്ടി കൊടുക്കണം. വാഴയും ഏകദേശം കൊലക്കാരായിട്ടുണ്ട്. ഇത് മഞ്ചേരി കുള്ളൻ വാഴയാണ്. അപ്പോൾ സ്ഥലം ഒട്ടും കളയാതെ ഒരു കൃഷിയാണിത്. ഒരു പരീക്ഷണമാണ്. കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഏകദേശം ഇതാക്കുന്നത്. എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് കുറുക്ക്. വലിയ പണികളൊന്നുമില്ല. തണ്ട് മുറിച്ച് നട്ടിട്ട് പിന്നെ നമ്മൾ ഒന്ന് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. നല്ല ഒരു സാധനമാണ് കൂർക്ക. തനിവളായിട്ടും കൃഷി ചെയ്യാം. ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം ഇതിൻ്റെ കാടെല്ലാം ഇന്നലെ പറിച്ചു. ഇനി വാഴയ്ക്ക് ഒരു മണ്ണ് കൊത്തി കൊടുക്കാനുണ്ട്. വാഴയുടെ പണിയും കഴിഞ്ഞു. കൂർക്കും കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പണിയും കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ഓണാസ്വാദം നേർന്നുകൊള്ളുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.